സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണേ എങ്ങനെ നിങ്ങൾക്ക് ഒരു ലോ എൻഡ് പി സിനെ ഹൈ എൻഡ് പി സി ആക്കി മാറ്റാം. അത് വെറും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ടാണ് ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എൻ്റെ ഒരു പി സി എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹൈ എൻഡ് അല്ല, അത്യാവശ്യം നല്ലൊരു പി സി ആണ്. ഇത് ഒഫീഷ്യലി വിൻഡോസ് 11 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല എനിക്കിവിടെ 32 GB റാം ഉണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങളതിൽ 2 GB റാം ആയിക്കോട്ടെ അല്ലെങ്കിൽ 4 GB റാം ആയിക്കോട്ടെ, ഇനിയിപ്പോൾ നിങ്ങളെ പ്രൊസസ്സർ ഏത് ഡ്യുവൽ കോർ ആയാലും നിങ്ങൾക്ക് വിൻഡോസ് 11 കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ആക്കാൻ പറ്റും. അതിന് നിങ്ങൾക്ക് TPM സെക്യൂർ ബൂത്ത് ഒന്നിൻ്റെ ആവശ്യമില്ല. അത് മാത്രമല്ല ഗൈസ്, നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റും അതിൽ കിട്ടണമായിരിക്കും ഈ ഒരു സോഫ്റ്റ്വെയറിൽ. ഓക്കെ, അപ്പോൾ ഗൈസ് അതെങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ്, ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിൻഡോസ് 11 തന്നെയാണ് അതിൻ്റെ ഒരു ലൈറ്റ് വെർഷൻ. ഓക്കെ, അപ്പം നമുക്കിതിനെ പേരിടാം വിൻഡോസ് 11 ലൈറ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം ഈ ഒരു വിൻഡോസ് 11 ലൈറ്റ് വെർഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിന് ഒരു പെൻഡ്രൈവിൻ്റെ ആവശ്യമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു 3 GB ഫയൽ കൂടി ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഒറിജിനൽ വിൻഡോസ് 11 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 8 GB വരെ കൊടുക്കേണ്ടി വരും ISO ഫയൽ ഡൗൺലോഡ് ആക്കാൻ വേണ്ടിയിട്ട്, വിൻഡോസ് 11 ഫയൽ ഡൗൺലോഡ് ആക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഒരു വെർഷന് നമുക്ക് വെറും 3 GB ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്ത് മാത്രം സ്മൂത്ത് ആയിരിക്കുന്നു. അത് മാത്രമല്ല ഗൈസ്, അതിലൊരു ബ്രോഡ്വെയറാ ആഡ്സാ അങ്ങനെ ഒരു കാര്യം വരില്ല. ഇപ്പോൾ എനിക്കിവിടെ 11 GB റാം യൂസ് ചെയ്യുകയാണ്. ഞാൻ ഒരു കാര്യം ചെയ്യണില്ല, വെറും സ്ക്രീൻ റെക്കോർഡർ മാത്രം ചെയ്യുകയാണ്. അപ്പം സ്ക്രീൻ റെക്കോർഡർ എത്ര? ഓക്കെ, ക്രോം ഒരു 2 GB, OBS ഒരു 600 MB, അപ്പോൾ എല്ലാം കൂടെ ഒരു 8 GB വിചാരിച്ചു. 8 GBക്കകത്ത് എനിക്ക് വിൻഡോസ് ഇവിടെ യൂസ് ആവുകയാണ്. പക്ഷെ ഞാൻ പറയാൻ പോണ ആ ഒരു ടൈനി 11 നിങ്ങൾ ഇൻസ്റ്റാൾ ആക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് വെറും 700-600 MB മാത്രമേ ഫുള്ളി യൂസ് ചെയ്യത്തുള്ളൂ, ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ ഐഡിയൽ കണ്ടീഷനിൽ. അപ്പോൾ ഗൈസ്, അത് അത്രയ്ക്ക് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ളൊരു ISO ഫയലാണ്. എന്ന് വെച്ചാൽ വിൻഡോസ് 11 തന്നെയാണ് ഗൈസ്. അതിൽ ബ്രോഡ്വെയറും കാര്യങ്ങളും എടുത്ത് കളഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇത്രയും നേരം കാര്യം ഓക്കെ, എല്ലാം നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാക്കിയിട്ടുണ്ട് 2 മിനിറ്റിനകത്ത്. ഇനി നമുക്ക് ഇൻസ്റ്റാളേഷനും കാര്യങ്ങളും കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഗൈസ്, നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ഈ ഒരു ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു പേജ് നിങ്ങൾക്ക് വരും. ഇവിടെ വന്നതിന് ശേഷം വിൻഡോസ് എക്സ് ലൈറ്റ് ഒപ്റ്റിമം 11 25H2. ഈ 25H2 എന്ന് വെച്ചാൽ ഇപ്പോൾ യൂസ് ചെയ്യുന്ന കറൻ്റ് ഉള്ള വെർഷനാണ്. എൻ്റെ വിൻഡോസ് 11 ഒറിജിനലാണ്. അപ്പം ഇവിടെ ഫുള്ളി അപ്ഡേറ്റഡ് ആണ്. ഓക്കെ, ഇതൊരു ടൈനി 11 അങ്ങനത്തെ ഒരു സോഫ്റ്റ്വെയറും അല്ല, വെറും വിൻഡോസ് 11 ഒറിജിനലാണ് എൻ്റെ ഇപ്പോൾ കിടക്കണത്. അപ്പോൾ ഇവിടെ ആൾറെഡി ഇത് ഫുള്ള് അപ്ഡേറ്റ് കംപ്ലീറ്റഡ് ആയിട്ടുള്ളതാണ്. എൻ്റെത് ചെക്കിംഗ് ഫോർ അപ്ഡേറ്റ് ആണ്. അപ്ഡേറ്റ് കംപ്ലീറ്റഡ് ആണ്, വേറെ ഒരു അപ്ഡേറ്റും ഇല്ലെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസിൽ പോയിട്ട് ഞാൻ നിങ്ങൾക്ക് എൻ്റെ വെർഷൻ കാണിച്ചു തരാം. ഇവിടെ വരുമ്പോൾ 25H2 ഇതാണ് ലേറ്റസ്റ്റ് വെർഷൻ വിൻഡോസിൻ്റെ. ആ ലേറ്റസ്റ്റ് വെർഷനിൽ തന്നെ നിങ്ങൾക്ക് വിൻഡോസ് 11 ലൈറ്റ് കിട്ടുകയാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കിവിടെ Pro V1 കാണാം, Pro V2 കാണാം. ഞാൻ പറയണത് ന്യൂ എന്ന് കൊടുത്തിങ്ങനെ ഈ Pro V2 തന്നെ ഡൗൺലോഡ് ആക്കിയോ. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബേസ് വിൻഡോസ് 11 H2 Pro വെർഷൻ. ടോട്ടല് 3 GB ഉണ്ട് ഈ ISO ഫയൽ. നോർമൽ വിൻഡോസ് 5.55 GB എന്നാണ് പറയണത്, 5.55 GB. ഓക്കെ, ഇത് ഒപ്റ്റിമൈസ്ഡ് ആണ്. വിൻഡോസ് ഡിഫൻഡറും ഉണ്ട്. എല്ലാം നിങ്ങൾക്ക് ഒപ്റ്റിമൽ ഫുൾ ഫീച്ചേഴ്സ് ഉണ്ട്. വിർച്വലൈസേഷൻ എനേബിൾഡ്, ഓട്ടോമാറ്റിക് അപ്ഡേറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആവണതും പോസ് ചെയ്യാൻ വേണ്ടി പറ്റും. ട്രാൻസ്പെറൻസി എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇവിടെ. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനായിരുന്നു, എഡ്ജ്, അത് മാത്രമല്ല ഇവിടെ കുറച്ച് ആവശ്യമില്ലാത്ത നമുക്ക് കാര്യങ്ങളുണ്ട്. ഈ ആഡ്സ് ഒക്കെ വരണം, അതെല്ലാം ഇവിടെ ബ്ലോക്ക്ഡ് ആണ്. ഓക്കെ, ഇവിടെ ബൈപ്പാസ് നമുക്ക് ചെയ്യണത് TPM സെക്യൂർ ബൂത്ത്, റാം, CPU, സ്റ്റോറേജ് ചെക്ക്. അത് മാത്രമല്ല നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ഇതിൽ ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ വേറെ ഒരു കാര്യം നിങ്ങൾക്ക് ഇൻസ്റ്റാൾ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഇത് ഇൻസ്റ്റാൾ ആക്കി ഉടനെ നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർഫേസിലോട്ട് അങ്ങ് വന്നോളൂ ലോഗിൻ ആയിട്ട്. പിന്നെ എഡ്ജ്, സ്മാർട്ട് സ്ക്രീൻ, ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒപ്റ്റിമലാണ്, ഡിഫൻഡർ ഓൺ ചെയ്യണോ ഓഫ് ചെയ്യണോ എന്നുള്ള കാര്യം, ആൻറ്റിവൈറസിൻ്റെ അതെല്ലാം ഉണ്ട്. ഓക്കെ, ഇനി ഇൻസ്റ്റാളേഷനും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതെങ്ങനെയാണെന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ താഴോട്ട് വന്നതിന് ശേഷം ജസ്റ്റ് ഡൗൺലോഡ് ലിങ്കിൽ നിങ്ങളൊന്ന് പിതുക്കുക. എന്നിട്ട് ഇവിടെ ഡൗൺലോഡിൽ പോവുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഡൗൺലോഡിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുൾ സ്പീഡിൽ തന്നെ ഡൗൺലോഡ് ആയിക്കോളും. നിങ്ങൾക്ക് എത്ര സ്പീഡ് പ്ലാൻ ഉണ്ട് അത്രയ്ക്ക് തന്നെ ആയിക്കോളും. കാരണം ഇവിടെ സെർവർ അത്യാവശ്യം ഫാസ്റ്റാണ്, അത്യാവശ്യം നല്ല ഫാസ്റ്റ് ഉണ്ട്. എനിക്കിവിടെ 10 MB സ്പീഡുണ്ട്. ആ 10 MB സ്പീഡ് എനിക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്കിത് ഡൗൺലോഡ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം ഗൈസ്. ഇത് ഡൗൺലോഡ് ആയതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്ക്. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇത് ഡൗൺലോഡ് ആക്കി ഇൻസ്റ്റാളേഷൻ ടൈമിൽ നിങ്ങൾക്ക് വല്ല ഡൗട്ടോ കാര്യങ്ങളുണ്ട്, നിങ്ങൾ ജസ്റ്റ് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ഡിസ്കോഡ് ചാനൽ ജോയിൻ ചെയ്താൽ മതി. അവിടെ മോഡറേറ്റർ ഉണ്ട്. ഞാൻ ഇപ്പോൾ കറൻ്റ്ലി കുറച്ച് ദിവസത്തേക്ക് അവൈലബിൾ അല്ല, ഓഫ്ലൈനാണ്, കംപ്ലീറ്റ്ലി ഓഫ്ലൈനാണ്. അപ്പം എൻ്റെ മോഡറേറ്റർ അവിടെ ഉണ്ട്, അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി. അവർ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വല്ല ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തരും ഡിസ്കോഡിൽ.
ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ചെയ്യണ പോലെ തന്നെ ഒരു സ്റ്റെപ്പോ കാര്യങ്ങളൊന്നും മിസ് ചെയ്യണ്ട, കറക്റ്റായിട്ട് നോക്കി ചെയ്താൽ മാത്രം മതി. വേറെ ഇഷ്യൂവോ കാര്യങ്ങളൊന്നുമില്ല. ഇത് ഫുള്ളി ഒപ്റ്റിമൈസ്ഡ് ആണ്. നിങ്ങളതിൽ പഴയ ലാപ്ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ആക്കിയാൽ പറക്കും. ഉള്ള കാര്യം പറയാൻ പറക്കും. ഗെയിംസൊക്കെ പക്ക സ്മൂത്തായിട്ട് റൺ ചെയ്യും. ഇപ്പം ഞാൻ ഇത് യൂസ് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ ഗൈസ്, കറൻ്റ്ലി എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ വലിയ വലിയ ഗെയിംസ് ഒന്നും കളിക്കാൻ പോകണം. എമുലേറ്ററിൽ ജസ്റ്റ് BGMI കളിക്കും, പിന്നെ GTA RP കളിക്കും, വാലോറന്റ്, അങ്ങനത്തെ ചെറിയ ചെറിയ ഗെയിംസ് കളിക്കും. ഇനി ഭാവിയിൽ ഞാൻ വലിയ വലിയ ഗെയിംസ് കളിക്കും. എന്തായാലും സ്ട്രീമിംഗ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പം ചാനലൊന്ന് റെഡിയായി വന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഇനി ചെയ്യും. അപ്പോഴേ എനിക്ക് അഥവാ പെർഫോമൻസ് കുറച്ചുകൂടി വേണമെന്ന് തോന്നണമെങ്കിൽ ഞാൻ Tiny 11 പോകും. അല്ലാതെ എനിക്ക് കുറച്ച് മൈക്രോസോഫ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ, എനിക്ക് ആഡ്സും കാര്യങ്ങളും വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് ഗൈസ് ഇത് ഞാൻ യൂസ് ചെയ്യാൻ പോവുകയാണ്. ഇനി Tiny 11 നിങ്ങൾ യൂസ് ചെയ്യുന്ന കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. TPM സെക്യൂർ ബൂത്ത് ഒന്നും സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ യൂസ് ചെയ്യാൻ പോകണം. അല്ലാതെ നിങ്ങൾക്ക് ഫുൾ ഹൈ എൻഡ് PC ആണെങ്കിൽ യൂസ് ചെയ്യാം. ബട്ട് ഹൈ എൻഡ് PCക്ക് ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഹൈ എൻഡ് PC ആൾറെഡി ഹൈ എൻഡ് ആണല്ലോ. ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഇവിടെ CPU യൂസ് ചെയ്യണം നമ്മൾ OBSലായിരിക്കും. OBS അല്ലാതെ ഇവിടെ വേറെ ഒരൊറ്റ സാധനം യൂസ് ആവില്ല ഈ Tiny 11 ആഡ്സാ അങ്ങനെ ഒരു കാര്യം റൺ ആവത്തില്ല. ഓക്കെ, അപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഇനി നമുക്കിതൊന്ന് സ്പീഡപ്പ് ചെയ്യാം ഡൗൺലോഡിങ്. ഓക്കെ, ഇവിടെ നിന്ന് നേരെ ഇവിടത്തേക്ക് ഫാസ്റ്റ് ഫോർവേഡ്. ഓക്കെ, സോ ഗൈസ് ഇവിടെ ISO ഫയൽ കംപ്ലീറ്റ്ലി ഡൗൺലോഡ് ആയിരിക്കുകയാണ്. ഓക്കെ, നമുക്കിത് ജസ്റ്റ് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഫോൾഡറിൽ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ Windows 11 Tiny 11 ISO ഫയൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എന്തൊക്കെയോ പറയണം ഞാൻ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഗൈസ് ഈ ഒരു ISO ഫയലിനെടുത്ത് നിങ്ങൾ ഡെസ്ക്ടോപ്പിലോട്ട് കോപ്പി ചെയ്യുക. ഓക്കെ, കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് റൂഫസ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ കാണാൻ പറ്റും. റൂഫസ്. ഓക്കെ, ഇതിനെയും ജസ്റ്റ് ഒന്ന് വെളിയിലോട്ട് കോപ്പി ചെയ്യുക. ഓക്കെ, നമുക്ക് ഈ 2 ഫയലിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഗൈസ്, വേറെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിവിടെ നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇതിന് ശേഷം ഗൈസ് നിങ്ങൾ റൂഫസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ പറ്റും. എന്നിട്ട് നിങ്ങളിരിക്കുന്ന ഒരു പെൻ ഡ്രൈവ് എടുക്കുക ഗൈസ്. ഇപ്പോൾ നിങ്ങളതിൽ ഏത് പെൻ ഡ്രൈവ് ആയാലും കുഴപ്പമില്ല, ഏത് കമ്പനി ആയാലും കുഴപ്പമില്ല. മിനിമം ഗൈസ് ഇവിടെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു 16 GB അല്ലെങ്കിൽ 8 GB ഇനഫ് ആണ്, വലിയ കുഴപ്പമില്ല. എന്തായാലും 16 GB പെൻ ഡ്രൈവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഗൈസ് നിങ്ങൾ പെൻ ഡ്രൈവ് കണക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തുള്ള ബാക്കപ്പ് ഡാറ്റകളെല്ലാം ബാക്കപ്പ് ചെയ്തോളണം. അതിൽ ഇമ്പോർട്ടൻറ്റ് ഫയൽസോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആ പെൻ ഡ്രൈവ് നിങ്ങളൊന്ന് ബാക്കപ്പ് എടുത്തോളണം. കാരണം നമ്മൾ ആ പെൻ ഡ്രൈവ് ഫുള്ളി ഫോർമാറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, പിന്നെ ചിലവർക്ക് ഡൗട്ടുണ്ട്, ഈ പെൻ ഡ്രൈവ് നമ്മൾ അഥവാ ഈ ഒരു OS ആ പെൻ ഡ്രൈവിലോട്ട് ഇൻസ്റ്റാൾ ആക്കണതാണ്. അപ്പോൾ ആ പെൻ ഡ്രൈവ് പിന്നെ യൂസ് ചെയ്യാൻ പറ്റുമെന്നൊരു ഡൗട്ടുണ്ട്. അത് വേറെ ഒരു സീനും ഇല്ല ഗൈസ്, അതുകൂടി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. എങ്ങനെ തിരിച്ച് നമ്മൾ ഈ പെൻ ഡ്രൈവിന് സത്യം പറഞ്ഞാൽ നമ്മളൊരു ബൂത്തബിൾ പെൻ ഡ്രൈവ് ആക്കിയാണ് ഈ ഒരു ISO ഫയലിന് ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് പെൻ ഡ്രൈവിലോട്ട്. അപ്പം തിരിച്ച് എങ്ങനെ നമുക്ക് അതിനെ നോർമൽ പെൻ ഡ്രൈവ് ആക്കാമെന്നുള്ള കാര്യം കൂടെ ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആ കാര്യം കഴിയുമ്പോൾ ആ പെൻ ഡ്രൈവ് നമുക്ക് നോർമൽ ആക്കാം. ഓക്കെ, അപ്പം ഞാൻ പോയി ഒരു പെൻ ഡ്രൈവ് സെറ്റ് ആക്കി ഇട്ടുതരാം. എൻ്റെ ഇവിടെ ഉണ്ടായിരുന്നു, നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇവിടെ പെൻ ഡ്രൈവ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് പ്ലഗ് ചെയ്തോട്ട്. ഓക്കെ, ഇപ്പോൾ പെൻ ഡ്രൈവ് ഇവിടെ കണക്റ്റ് ആയിരിക്കുകയാണ്. കണക്റ്റ് ആയ ഉടനെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളെ പെൻ ഡ്രൈവിൻ്റെ ഓപ്ഷൻ വന്ന് കാണും. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ H ഡ്രൈവിലാണ് പെൻ ഡ്രൈവ്. ഓക്കെ, ഇതാണ് എൻ്റെ പെൻ ഡ്രൈവ്. അപ്പം ഇതിനകത്ത് ഡാറ്റ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതെല്ലാം ഒന്ന് ബാക്കപ്പ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ എനിക്കിവിടെ കറൻ്റ്ലി ഒരു ഡാറ്റയും ഇല്ല, അപ്പോൾ എനിക്ക് കുഴപ്പമില്ല. പിന്നെ ഇവിടെ വന്നിട്ട് നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് സെലക്ട് ചെയ്ത് പോവുക. ഡെസ്ക്ടോപ്പിലാണ് നമ്മൾ ISO കിടക്കണേ. ഡെസ്ക്ടോപ്പ് ഈ ISO ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സ്റ്റാൻഡേർഡ് വിൻഡോസ് ഇൻസ്റ്റാളേഷൻ തന്നെയാണ്. ഓക്കെ, അതിനുശേഷം സ്റ്റാർട്ട് ആൾ ഡാറ്റ. അപ്പോൾ ഇത് പറയണമെന്ന് വെച്ചാൽ നിങ്ങളുടെ പെൻ ഡ്രൈവിലുള്ള എല്ലാ ഡാറ്റയും പോകുമെന്നാണ് പറയുന്നത്. ആൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാക്കപ്പ് എടുക്കണമെന്ന്. ഓക്കെ, അപ്പോൾ എൻ്റെ ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ബാക്കപ്പ് എടുക്കാത്തത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ കഴിച്ചത് കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല, എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആൾറെഡി. ഇനി ഈ ഭാഗമാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ISO ഫയൽ ഡൗൺലോഡ് ആക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വീഡിയോ തുടങ്ങുന്ന സമയത്തും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് രണ്ട് ശ്രദ്ധിച്ച് കേട്ടോളാം. പിന്നെ ഇവിടെ ഒന്നും പറയില്ല, അതുകൊണ്ട് ഈ ഭാഗം നിങ്ങൾ സ്കിപ്പ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തോളാം, വേറെ സീനില്ല. ഓക്കെ, സോ ഗൈസ് ഇവിടെ നമ്മളെ റൂഫസ് ഫുള്ളായിട്ടുണ്ട്, റെഡി എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അടുത്ത് ഇനി സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം ആയിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ദിസ് PC ഒന്ന് ഓപ്പൺ ആക്കി നോക്കുമ്പോഴേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നെയിമും കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിവിടെ ഇത് ക്ലോസ് ചെയ്യാം. എന്നിട്ട് സേഫായിട്ട് നമ്മളെ പെൻ ഡ്രൈവ് ഒന്ന് വെളിയിലോട്ട് എടുക്കാം, ഇളക്കിയെടുക്കാം.
ഓക്കെ, അപ്പോൾ പെൻ ഡ്രൈവ് ഇവിടെ വെളിയിൽ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളെ PC നിങ്ങൾ ഷട്ട് ഡൗൺ ചെയ്യണം. എന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഫോൺ ക്യാമറയിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇത് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഫോൺ ക്യാമറയിൽ എല്ലാം കാണിച്ചു തരാം. സോ ഗൈസ്, അപ്പോൾ ഇവിടെ ഫുള്ള് കമ്പ്യൂട്ടർ ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ പെൻ ഡ്രൈവ് കൊടുത്തതിന് ശേഷം അടുത്ത് ഓൺ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ മദർ ബോർഡിനനുസരിച്ചുള്ള ബൂത്ത് കീ പ്രസ് ചെയ്യുക. എൻ്റെ ഇവിടെ F11 ആണ്, GB മദർ ബോർഡ് ആയതുകൊണ്ട്. അപ്പോൾ F11 ഞാൻ ഇവിടെ പിതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ഒരു ബൂത്ത് മാനേജർ വന്നാൽ നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്യാനുള്ളത് നമ്മളെ പെൻ ഡ്രൈവ് ആണ്. എന്നിട്ട് യെസ് കൊടുക്കുക. എന്നിട്ട് 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. ഇത് വന്നോളും, പേടിക്കണ്ട. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും. ലോഡിംഗ് ആണ്, വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻ കാണാം. ഒന്ന് ഡിഫൻഡർ ഓണും ഡിഫൻഡർ ഓഫും. ഇതിൽ നിങ്ങൾ ഡിഫൻഡർ ഓൺ ആയിട്ടുള്ളത് തന്നെ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ ഡിസ്ക് സെലക്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഞാൻ ഇവിടെ കൊടുക്കില്ല, കാരണം എൻ്റെ ആൾറെഡി ആ വിൻഡോസ് ഉള്ളതുകൊണ്ടാണ്. ആ നെക്സ്റ്റ് കൊടുത്ത ഉടനെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വിൻഡോസ് ഇൻസ്റ്റാൾ ആവും. കണ്ട, വെറും ഒരു പ്രോസസ്സേ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് കൊടുത്ത ഉടനെ തന്നെ വിൻഡോസ് ഇൻസ്റ്റാൾ ആയിക്കോളും. എന്നിട്ട് നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും. വേറെ മൈക്രോസോഫ്റ്റ് ലോഗിങ്ങോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ഡെമോയ്ക്കായിട്ടുള്ള ഒരു വീഡിയോ ഇതിലിട്ടിക്കാം. അപ്പം ഞാൻ കറൻ്റ് ഇപ്പോൾ ഇൻസ്റ്റാളാക്കാൻ പോകണില്ല. അപ്പം നിങ്ങളത് ഇൻസ്റ്റാളാക്കി നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മാത്രം മതി. ഗൈസ്, അപ്പോൾ ഇത് അടുത്ത് നമുക്ക് എങ്ങനെ തിരിച്ച് നോർമൽ പെൻ ഡ്രൈവിലോട്ട് കൊണ്ടുവരാമെന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണേ. അതിനുവേണ്ടി നിങ്ങൾ വീണ്ടും പെൻ ഡ്രൈവ് ഇൻസെർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ പെൻ ഡ്രൈവ് വന്നിട്ടുണ്ട്. അതിനുശേഷം റൂഫസ് വീണ്ടും ഓപ്പൺ ചെയ്യുക. യെസ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ആ പെൻ ഡ്രൈവ് സെലക്ട് ചെയ്യുക. എന്നിട്ടിവിടെ സെലക്ട് ചെയ്യാനുള്ളത് നോൺ ബൂത്തബിൾ. ഓക്കെ, നോൺ ബൂത്തബിളി സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ വേറെ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നിങ്ങളെ പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ ഇവിടെ ആക്കുമെന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് സ്റ്റാർട്ട് കൊടുക്കുക, യെസ് കൊടുക്കുക. അപ്പോൾ ഇത് തിരിച്ച് നമ്മളെ നോർമൽ പെൻ ഡ്രൈവിലോട്ട് ആയിക്കോളും. വെയിറ്റ് ചെയ്യുക. ഓക്കെ, ക്ലോസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പെൻ ഡ്രൈവ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നോർമൽ പെൻ ഡ്രൈവിലോട്ട് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ വീണ്ടും ഇവിടെ നിന്ന് ഫോർമാറ്റ് ചെയ്യാം. അവിടെ നിന്ന് ഒന്ന് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ഫോർമാറ്റ് ചെയ്യാവുള്ളൂ. ഓക്കെ, FAT32 തന്നെയാണ്, എല്ലാം ഓക്കെയാണ്. ക്വിക്ക് ഫോർമാറ്റ്, യെസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ്ലി ഫോർമാറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്.